ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഇൻക്യുബേറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നിങ്ങൾ ആരെയും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഒരു ഇൻക്യുബേറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻക്യുബേറ്ററിന് ഇത്ര ഉണ്ടാക്കിയുകൊണ്ട് ഏകദേശം ഞാൻ അതിൻ്റെ ഡെമോ കാണിച്ചു തരാം. വേറൊരു ബോക്സും കുറച്ച് ഡെമോ കൊടുപ്പിച്ചു. ഓക്കെ, വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇത്രയും പൊങ്ങിയിരിക്കും. ഇറങ്ങിയിരിക്കുന്നതാണ്, കറക്റ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ വെക്കാൻ ശ്രമിക്കണം. അതാ രണ്ട് സൈഡിലും അങ്ങനെ വെച്ച് അതെനിക്ക് വെച്ചു. അതിനുശേഷം ഈ ഒരു സൈഡിലേക്ക് നമ്മൾ വെക്കാം. ഇതുണ്ട് ഈ അളവിന് ഇവിടുത്തെ തെർമോക്കോള് വെക്കാനായിട്ടുള്ള അളവ് വേണം ഇത് വെട്ടി മാറ്റാൻ. ഞാൻ പറയുന്നത് മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണണം, അപ്പം മനസ്സിലാവും. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ രണ്ട് സൈഡിലേക്കും ഇത് സെറ്റ് ചെയ്യുകയാണ്. വെക്കാൻ പാടുണ്ടെങ്കിൽ ശരിക്കാം കറുകിടായിട്ട് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, ഇതേപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ തെർമോസ്റ്റാറ്റിക് വെക്കാതാണ് നോക്കുന്നത്. ഇവിടെ പ്ലസ് 12 വോൾട്ടിനുണ്ട്. അവിടെ നമ്മൾ സ്ക്രൂ ലൂസാക്കിയിട്ട് നെഗറ്റീവ് സൈഡ് ലൂസാക്കിയിട്ടേക്കാം. അവിടെ നെഗറ്റീവ് സൈഡ് നെഗറ്റീവും പോസിറ്റീവ് സൈഡ് പോസിറ്റീവും കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്ക്രൂ നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ സെൻറ്റർ ഭാഗം വെച്ച് കട്ട് ചെയ്തോളൂ. കട്ട് ചെയ്തു. എന്താ വയർ സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം രണ്ട് സൈഡ് സ്ട്രിപ്പ് ചെയ്യണം. രണ്ട് സൈഡ് നമ്മൾ സ്ട്രിപ്പ് ചെയ്തു. അതിനുശേഷം നേരെ കേസ് 0യിലേക്ക് സ്ട്രിപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു വയർ കൊടുക്കണം. വന്നിലേക്ക് അതിൽ ബാക്കി വന്ന് ആ വയറിനെ കൊടുക്കണം. ഓക്കെ, ഓണാക്കി നോക്കാം. ബൾബിൻ്റെ കണക്ഷൻ കൊടുത്ത് ഇത് നമ്മൾ ബൾബ് വെക്കും. ഓക്കെ, കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓഫ് ആവും. നോക്കാം. ഓഫ് ആവുന്നതാണ്. നമ്മൾ സമയം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കാണിക്കായിരുന്നു. വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്. ബാക്കി വർക്കിലേക്ക് പോകാം. ടാഗാണ് യൂസ് ചെയ്യുന്നത്. ടാഗ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഒറ്റ ടാഗ് ഇട്ടാൽ മതി. നല്ല ബലമാണ്. ഇതിന് എത്ര കാലം വേണമെങ്കിലും നിന്നോളൂ. എന്നിട്ട് നമ്മുടെ എഗ്ഗ് എടുക്കാം.
അതിനുശേഷം ഒരു തീ എത്തിച്ച് ബാക്കി വരുന്ന കരിക്കട്ട ഉണ്ടല്ലോ, കരിക്കട്ട വെച്ച് ഈ മുട്ടയുടെയൊക്കെ വെക്ക ഉദ്ദേശിച്ച ഭാഗം ഒരു എന്തെങ്കിലും മാർക്ക് ചെയ്യും. മുട്ട കേടായി പോകത്തില്ല. അത് മാത്രമല്ല എന്തെങ്കിലും വെച്ച് ഓരോ ദിവസവും രാവിലെ മുട്ട തിരിച്ചു വെക്കേണ്ടതാണ്, രാവിലെയും രാത്രിയിലും. അതുകൂടെ വേണ്ടിയാണ്. ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വേസ്റ്റ് ആകെ വെച്ചോക്കാം. ഈ ചാട്ടപ്പുറത്ത് വേസ്റ്റ് വെച്ചാൽ ഞാൻ വെക്കാം. ആ മുട്ട അവിടെ സേഫായിട്ട് നോക്കാം. ഒരു ചാട്ടപ്പൊടി കിട്ടാം. ചാട്ടപ്പൊടി ഈ ഫാൻ വെച്ച് ഒക്കെ അത് പൊടി വെച്ചു. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ നേരത്തെ കണക്ട് ചെയ്ത ഇത് മായ്ക്കണം. അടുത്ത ശേഷം ഫാനിൻ്റെ വയറ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. ആദ്യമേ എന്താ ഫാൻ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ മറന്നു പോകണ്ടല്ല, ഈ സെറ്റ് തെർമോസ്റ്റാറ്റിക്കിൻ്റെ ഓരോ അളവുകളും ശരിയാകുമ്പോൾ ഫാൻ വെറുതെ വന്ന് ഇതാകുമ്പോൾ അത് ഒഴിവാക്കാം. ഓൺ ചെയ്ത് നോക്കിയാൽ ഒരു പാത്രത്തിൽ വാറത്തുള്ള പാത്രം എടുക്കുന്നത് നല്ലതാണ്. അതിനകത്ത് നമ്മളിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇന്ത്യ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള വേപ്പർ ചൂടിക്ക് കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് 28 ദിവസം കഴിഞ്ഞ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കും. ഇനി അങ്ങനെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് കഴിക്കണം ബെല്ലൈക്കൻ ഒന്ന് തല്ലി പിടിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടാതെ ഡിസ്ലൈക്ക് ചെയ്യണം. ഇനിയും നിങ്ങളുടെ വല്ല ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻക്യുബേറ്ററിനെ പറ്റി ഉണ്ടോ, അതോ ഇനി വേറെ ഏതെങ്കിലും വീഡിയോസ് പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ താഴെ പോയി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിനക്ക് നല്ല വീഡിയോസ് കാണുന്നവരെ റിച്ചു രാജീവ് signing out.